ഒരു ഗുണ്ടാ കേരളമായിട്ട് കേരളം മാറിയത് എപ്പോഴാണ്? ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന 2016 വരെയുള്ള കാലത്ത് കേരളം ഒരു ഗുണ്ടാരാജായിരുന്നോ? കേരളം ഒരു രാസലായിനി ഒഴുകുന്ന രാജായിരുന്നോ? മധ്യ കേരളം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒരു കടവായിരുന്നില്ല, ഒരു താവളമായിരുന്നില്ല കേരളം. അന്നൊക്കെ കൃത്യമായിട്ട് പോലീസ് സ്വന്തം കാലയിൽ നിന്ന് ഭരിച്ചിരുന്നു. കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ സ്വന്തം കാലയിൽ നിന്ന് പോലീസ് ഭരിച്ചിരുന്നു. മിടുക്കരായ പോലീസുകാരെ സ്വന്തം പോക്കറ്റിലാക്കിക്കൊണ്ട്, അതിന്റെ ഒന്നാന്തരം എക്സാമ്പിൾ അല്ലേ ഒരു ഉന്നത പോലീസ് ഓഫീസർ തൊട്ട് താഴെയുള്ള ഓഫീസറിന് ഒരു കൈ കൊണ്ട് അയാൾ തെറ്റുകാരനാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് മുഖ്യമന്ത്രിയുടെ കൈ കൊടുക്കുക, മറു കൈ കൊണ്ട് അദ്ദേഹത്തെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത്. അത് നട്ടലില്ലാത്ത പോലീസുകാരൻ എന്നുള്ളതിന്റെ തെളിവല്ലേ? വേറെ എന്തെങ്കിലും തെളിവ്? അങ്ങനെ പോലീസിന്റെ നട്ടൽ ഊരിയെടുത്തത് ആരാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ നാട്ടിൽ പോലീസിന്റെ നട്ടൽ ഊരിയെടുക്കുകയല്ല വേണ്ടത്. അവരുടെ നട്ടലിന് ബലക്ഷയമുണ്ടെങ്കിൽ അത് ബലപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ കേരളം രാസലായനിയുടെ ഒരു ഭ്രമണ പദമായിട്ട് മാറുകയില്ലായിരുന്നു. ഇവിടെ സ്വന്തം അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു. അങ്ങനെ സമസ്ത മേഖലയിലും മാലിന്യം വാരി വിതറിക്കൊണ്ടാണ് ഈ കേരളം, അതായത് യുവ ജനത മുന്നോട്ട് പോകുന്നത്. ആ തരത്തിലേക്ക് അവർ വീണത് ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെട്ട് ധാരാളം വ്യവസായങ്ങൾ വന്ന് ഒന്നാന്തരം ജോലി സാധ്യതകൾ ഉണ്ടായത് കൊണ്ടാണോ? ഇനി രാത്രി കാലങ്ങളിലേക്ക് പബ്, അങ്ങനെ തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ പബ്ബുകൾ തുടങ്ങി. ആ തരത്തിലും കൂടി സ്ത്രീകൾക്ക് രാത്രിയിലും പകലും പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരു കേരളമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അക്കാര്യം അതൊക്കെയാണ് കേരളത്തിന് വേണ്ടി ചെയ്ത വലിയ മഹാകാര്യങ്ങളായിട്ട് മുഖ്യമന്ത്രി പറയുന്നത്. അദ്ദേഹത്തിന് അതൊക്കെ എന്താണ് പറയുക, ഉണർത്തുപാട്ടായിട്ട് മാറട്ടെ. അങ്ങനെ മാറി കേൾക്കാനാണല്ലോ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇനിയും തീർന്നിട്ടില്ല ഇതൊക്കെ പറയുമ്പോഴത്തേക്കും. അതായത് ഇപ്പൊ അദ്ദേഹം പറയുന്നു വന്യമൃഗങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കാൻ. കർഷകർക്ക് പാരി റെസിഡ് ഷീറ്റാണ്, സംഭരണ വില കൊടുക്കുന്നില്ല. അതിന്റെ കാരണം കൊണ്ട് തന്നെ മരണപ്പെട്ടവർ പലരുണ്ട്. അതുപോട്ടെ, ഇനി മനുഷ്യ വന്യമൃഗ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വയനാട് ജില്ലക്കാരിയാണ്. അതായത് കുറുവാദ്വീപിന്റെ തൊട്ട് ഒരു 2 കിലോമീറ്റർ മുകളിലാണ് എന്റെ വീട്. ആ വീടിനോട് ചേർന്നാണ് ഒരു തടയണ പണിതിരിക്കുന്നത്. ആ തടയണ അവിടെ ഉള്ളത് കാരണം കൊണ്ട്, അതായത് എന്നെ എന്റെ വീട്ടിൽ നിന്ന് എടുത്ത് ആരെങ്കിലും എറിഞ്ഞാൽ ആ തടയണയിൽ വീഴും. അത്രയും അടുത്താണ് എന്റെ വീട്. അപ്പൊ ആ തടയണ കടന്ന് കാട്ടാനയ്ക്ക്, അതുവരെ ആ തടയണ അവിടെ വരുന്നവരെ കാട്ടാനയുടെ ശല്യം അത്ര ഗൗരവമായിട്ടില്ലായിരുന്നു. തടയണ വന്നതിന് ശേഷം തൊട്ടപ്പുറത്ത് പുഴ, കബനിയുടെ ഒരു തീരത്ത് കുറുവാദ്വീപ് ഞങ്ങളൊക്കെ താമസിക്കുന്നു, മറു തീരത്ത് റിസർവ് വനമാണ്. അപ്പൊ ഈ തടയണ വന്നതോടുകൂടി തടയണ വഴിയായിട്ട് കാട്ടാനകൾ ഇഷ്ടം പോലെ ഇപ്പുറത്തേക്ക് കടന്നു വരും ഏത് സമയത്തും. അങ്ങനെ കടന്നു വരുന്ന ഭയങ്കര പ്രശ്നമായി. അങ്ങനെയാണ് ചാലിക്കത്തൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ പടമല, ചാലിക്കം ഭാഗത്ത്, കുറുവാദ്വീപിന്റെ ആ ഭാഗത്ത് 2-3 പേര് ആന ചവിട്ടിക്കൊന്നതും ഒക്കെ നമുക്കറിയാം. ആ സ്ഥലത്തൊക്കെ അപ്പോഴേ തീരുമാനം എടുത്ത് റോപ്പ് ഫെൻസിങ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. 3 കോടി അതിനുവേണ്ടി വക കൊള്ളിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു ഗവൺമെന്റ്. അങ്ങനെ ഈ അടുത്ത നാളിലാണ് റോപ്പ് ഫെൻസിങ്, ഒരു 2 ആഴ്ചയോളമേ ആയിട്ടുള്ളൂ റോപ്പ് ഫെൻസിങ് പൂർത്തിയായിട്ട്. ഈ അടുത്ത ദിവസങ്ങളിലും അവിടെ ആൾക്കാരെ കൊന്നു, അല്ല അതെ അങ്ങനെ. അപ്പൊ അങ്ങനെ റോപ്പ് ഫെൻസിങ് നടത്തി പൂർത്തിയാക്കി. ഇനി ആനയുടെ ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നപ്പോ 2 ദിവസം മുൻപ് അവിടെ നിന്ന് എന്റെ ബന്ധുക്കൾ തന്നെ എന്നെ വിളിച്ചു പറയുന്നു, ആ റോപ്പ് ഫെൻസിങ് കംപ്ലീറ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും അല്ല, ചാലിക്കം ഭാഗത്തുള്ള റോപ്പ് ഫെൻസിങ് ആന തകർത്തിരിക്കുന്നു. അത്ര മോശമായ രീതിയിലാണ് റോപ്പ് ഫെൻസിങ് ആനയ്ക്ക് എതിരായിട്ട് നടത്തിയ ഒരു യുദ്ധത്തിന്റെ ഇതായിരുന്നു ആ റോപ്പ് ഫെൻസിങ്. ആന കടന്നു വരാതിരിക്കാൻ. ആന ടസ്ക് ഉള്ള ജീവിയാണെന്നും ആ ടസ്ക് നോൺ കണ്ടക്റ്റീവ്, കറണ്ട് പാസ് ചെയ്യില്ലാത്ത താണ് എന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണമായിരുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലും അറിയാത്ത തരത്തിലുള്ളവർ ഇതൊക്കെ ചെയ്ത് പേരിന് 3 കോടി എന്ന് പറഞ്ഞതില് എത്ര ലക്ഷം അവിടെ ചെലവഴിച്ചു എന്ന് അറിഞ്ഞുകൂടാ. ബാക്കിയൊക്കെ പോക്കറ്റുകളിൽ പോയി കാണും പോകേണ്ടവരുടെ. എന്തായാലും ആ റോപ്പ് ഫെൻസിങ് അങ്ങനെ. ഇതാണ് പിണറായി ഗവൺമെന്റ് ഈ പറയപ്പെട്ട വന്യമൃഗ
മനുഷ്യ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യത്തിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. ഇത് ഞാൻ നേരിട്ട് കണ്ടില്ല, പക്ഷെ അവരെനിക്ക് അതിന്റെ വീഡിയോ എടുത്ത് അയച്ചു തന്നു. ആ വീഡിയോ ഞാൻ അപ്പോ തന്നെ കണ്ടു. ഞാൻ അപ്പൊ തന്നെ ചാനലുകളിൽ വിളിച്ചു പറഞ്ഞു. ചാനലുകൾക്കും ആ വീഡിയോ ഫോർവേഡ് ചെയ്തു. അവരൊക്കെ അത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതൊക്കെയാണ് ആ കാര്യത്തെ പറ്റി എന്റെ അഭിപ്രായം. ഇനി ഡിജിറ്റൽ വിദ്യാഭ്യാസ മാതൃക, അതായത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മാതൃക എത്ര ശോചനീയം. കേരളത്തിൽ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റണമെന്ന് 2012 മുതലുണ്ട് 16 കാലം വരെ ഭരിച്ചിരുന്ന UDF ഗവൺമെന്റിനും ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു 3 വോള്യൂംസ് അവർ UDF ഗവൺമെന്റ് കാലത്ത് പ്ലാനിംഗ് ബോർഡ് തയ്യാറാക്കിയത് അവിടെ ഇരിക്കുകയാണ്. പ്ലാനിംഗ് ബോർഡിന്റെ ലൈബ്രറി തന്നെ ഉണ്ട് വലിയ 3 വോള്യൂംസ്. അപ്പൊ അങ്ങനെ അതായത് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റണം, ഇതൊക്കെ അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ട്. അതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ, അതായത് ജോലി തേടി മാത്രമല്ല പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ കുട്ടികൾ പോകുന്നത്. പണ്ടൊക്കെ ഡിഗ്രി കഴിഞ്ഞോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങോ മെഡിസിനോ ഒക്കെ കിട്ടുന്നിടത്ത് കേരളത്തിൽ കിട്ടിയില്ലെങ്കിൽ കേരളത്തിന് വെളിയില്, പക്ഷെ ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുന്ന സ്വഭാവം ഇല്ലായിരുന്നു ഗ്രാജുവേഷൻ എങ്കിലും കഴിയാതെ. ഇപ്പോ പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ കേരളത്തിൽ നിന്ന് പുറത്തു പോകുക. കാരണം അവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ കേരള അത്ര മോശമായിരിക്കുന്നു. അതായത് ഈ സ്വാശ്രയ കോളേജുകളൊക്കെ വന്നല്ലോ, നമ്മൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സ്വാശ്രയ കോളേജ് തന്നെ കാസർഗോഡ് ഒരു സ്വാശ്രയ കോളേജിന്റെ പ്രിൻസിപ്പൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾക്ക് നേരത്തെ ലീക്ക് ചെയ്ത് കൊടുത്തു എന്ന്. എന്തിനാന്ന് വെച്ചാൽ പരീക്ഷ നന്നായിട്ട് എഴുതി മെച്ചപ്പെട്ട റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്താലല്ലേ അവർക്ക് അടുത്ത വർഷം കുട്ടികളെ കിട്ടുകയുള്ളൂ. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇതുപോലെയാണ് നശിച്ച് നാറാണക്കല്ല് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് മൂക്കത്ത് കയ്യേറി വെക്കാതെ ആ കൾപ്രിറ്റ്സിനെ ശരിക്ക് പിടിക്കാതെ അങ്ങനെ ഒരുപാട് കറക്ഷൻസ്, അതായത് വിദ്യാഭ്യാസ മേഖല മുഴുവനും ശുദ്ധീകരിക്കേണ്ട ഒരു കാലം, അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു കാലം, ക്വാളിറ്റി അപ്ഗ്രഡേഷൻ. ഈ അടുത്ത കാലത്ത് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഫസർ, ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരു പ്രൊഫസർ തന്നെ എന്നോട് പറയുകയുണ്ടായി, ടീച്ചറെ പണ്ടത്തെ കോളേജ് ഒന്നും അല്ല ഇപ്പൊ ടീച്ചേഴ്സ് ആരും നന്നായിട്ട് അതായത് നല്ല ടീച്ചേഴ്സ് ആകാൻ താല്പര്യമുള്ളവരില്ല. അവരൊക്കെ സ്വന്തം കാര്യം നോക്കി നടക്കുകയാണ്. അതിനെന്തിനു പറയുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി? ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്ന സമയത്ത് തന്നെ എന്റെ കീഴിലെ ചില അധ്യാപകർ ക്ലാസ് സമയത്ത് കുട്ടികൾക്ക് ക്ലാസ്സിൽ വർക്ക് കൊടുത്തിട്ട് ആ ക്ലാസ്സിലെ തന്നെ സമ്പന്നരായ കുട്ടികളും ഒക്കെ കാണും, അവരുടെ ട്യൂഷൻ ക്ലാസ്സിൽ പോവുകയായിരുന്നു. അതായത് കോളേജിലെ ക്ലാസ് സമയത്ത് ക്ലാസ്സിലെ കുട്ടികൾക്ക് ഹോംവർക്ക് പോലെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്ത് അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും എഴുതാനൊക്കെ ആവശ്യം പറഞ്ഞിട്ട് അവര് ട്യൂഷൻ എടുക്കാൻ പോവുക. അങ്ങനെ ഞാൻ പിടിച്ച് കൊടഞ്ഞ് എന്നോട് വല്ലാതെ തട്ടിക്കേറിയ അധ്യാപകരുണ്ട്. അവരുടെയൊക്കെ പേര് ഇപ്പോഴും എന്റെ നാവിൻ തുമ്പിലുണ്ട്, ഞാൻ പറയുന്നില്ലെന്ന് മാത്രം. അന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും, പ്രിൻസിപ്പലിനോട് പറഞ്ഞിരുന്നു. പക്ഷെ എല്ലാ പ്രിൻസിപ്പൽസും നട്ടലുള്ളവരല്ലല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള മന്ത്രിമാർക്ക് നട്ടല്ലില്ലാത്തതുപോലെ പ്രിൻസിപ്പലിന്റെ കീഴെ വർക്ക് ചെയ്യുന്ന അധ്യാപകർക്ക് എല്ലാവർക്കും നട്ടല് കാണില്ല. അങ്ങനെ നട്ടല്ലില്ലാത്തൊരു പ്രിൻസിപ്പലായിരുന്നു. അതുകൊണ്ട് തന്നെ ആക്ഷൻ എടുത്തില്ല. അല്ലെങ്കിൽ അന്ന് തന്നെ അങ്ങനെ ചില അധ്യാപകരെ യൂണിവേഴ്സിറ്റി കോളേജിൽ തെറിപ്പിക്കണമായിരുന്നു. അങ്ങനെ ഇപ്പോഴും ധാരാളം അധ്യാപകര് സ്വന്തം വൃത്തിയോട്, അതായത് അധ്യാപക വൃത്തിയോട് നീതി പുലർത്താത്തവരുണ്ട്. ഏതായാലും അതിനൊക്കെ കണിശമായ അതിന്റെയൊക്കെ ചുവരെഴുത്തുകളാണ് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. ഏത് കോളേജിൽ ചെന്നാലും ധാരാളം സീറ്റുകൾ വെറുതെ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഫിസിക്കൽ ക്രൈസിസ് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും പഠിപ്പിക്കാൻ 4-5 കുട്ടികളുടെ മുൻപിൽ ചെന്ന് എന്തെങ്കിലും പുലമ്പിയിട്ട് വരുന്ന അധ്യാപകർക്കും UGC സ്കെയിൽസും എല്ലാം കൊടുക്കുകയാണെന്ന് ഓർക്കണം. അതിനൊക്കെ കാരണക്കാര് ഈ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന അധ്യാപകരും അതിനെ മേൽനോട്ടം വഹിക്കാത്ത പ്രിൻസിപ്പൽമാരും കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറും ഒക്കെയാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ ഈ സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും ഒന്ന് ഉടച്ചു വാർക്കേണ്ട കാലമായിരിക്കുകയാണ്. അങ്ങനെ അത്ര മോശമായ രീതിയിലേക്ക് ക്വാളിറ്റി പോയപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് എഡ്യൂക്കേഷൻ സമ്പ്രദായത്തെ ഡിജിറ്റൈസ് ചെയ്തു എന്ന്. ഡിജിറ്റൈസ് ചെയ്തത് കൊണ്ട് മാത്രം എന്താ? രാസലായിനിയാ കുടിക്കുന്നതും കഴിക്കുന്നതും. അതങ്ങ് ഡിജിറ്റൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വം എന്താണ്? എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എനിക്ക് മനസ്സിലാകുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നോ മറ്റോ ഞാൻ മനസ്സിലാക്കണോ? ഇങ്ങനെ അതൊക്കെ ഡിജിറ്റൈസ് ചെയ്തു, വിദ്യാഭ്യാസം ഡിജിറ്റൈസ് ചെയ്തു എന്ന മേന്മ കുട്ടി ഘോഷിക്കുമ്പോൾ
അടി തൊട്ട് മുടി വരെ മാറ്റിയാൽ മാത്രമേ ഇപ്പോഴത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായം സിസ്റ്റം നന്നാകൂ, കുട്ടികളെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കൂ. അതായത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അതാണ് പ്രധാനം. ഈ ക്വാളിറ്റി കഴിഞ്ഞ് ഇവിടെ നിന്നിറങ്ങിയ നേരെ MIT-യിൽ അഡ്മിഷൻ കിട്ടണം, നേരെ ഹാർവാർഡിൽ അഡ്മിഷൻ കിട്ടണം, നേരെ കേംബ്രിഡ്ജിൽ അഡ്മിഷൻ കിട്ടണം. ആ തരത്തിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം. അതിന് ഡിജിറ്റൈസ് ചെയ്തതുകൊണ്ട് മാത്രമായില്ല, അത് അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്.